ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശില്പ വ്ളോഗ്സ്. ഗോവയിലെ കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കാം. ഞങ്ങൾ ഇന്ന് കാസിനോയിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഗോവയിലെ പനാജി എന്ന് പറയുന്ന സ്ഥലത്താണ് കാസിനോസ് ഒക്കെ ഉള്ളത്. ഞങ്ങൾ ബിഗ് ഡാഡി കാസിനോയിലാണ് പോയത് കേട്ടോ. ഈ കാസിനോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏഷ്യയിലെ ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് കാസിനോ ആണ് ഈ ബിഗ് ഡാഡി കാസിനോ. ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു 7-7:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. എൻട്രി ഫീസ് തന്നെ നല്ല ഫീസായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 3500 രൂപയുടെ പാക്കേജാണ് കേട്ടോ. പെർ ഹെഡാണ് 3500 രൂപ. ഈ 3500 രൂപ എന്ന് പറയുന്നത് അതിനകത്ത് ഗെയിമുണ്ട്, അൺലിമിറ്റഡ് ഫുഡുണ്ട്, പിന്നെ അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ട്. ഞങ്ങൾ അങ്ങ് ഉള്ളിലോട്ട് കയറി ചെന്നോടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബാഗിനകത്ത് ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഉള്ളിലൊന്നും അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. എൻ്റെ മൊബൈൽ ഇങ്ങനെ പിടിച്ചത് കൊണ്ട് മാത്രം എനിക്ക് കുറച്ച് വീഡിയോസ് കിട്ടിയതാണ് കേട്ടോ. അവിടുത്തെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ടിക്കറ്റ് എടുത്തപ്പോഴേ നമുക്ക് ഓരോരുത്തർക്ക് ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പം അത് സ്കാൻ ചെയ്തിട്ടേ ഉള്ളോട്ട് കടത്തുള്ളൂ കേട്ടോ. ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മളവിടെ ഒരു ചെറിയ ബോട്ട് പോലെ ഉണ്ട് കേട്ടോ. ആ ബോട്ടിലാണ് പോവുക. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യാനായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു. ഗോവയിലേക്ക് ട്രിപ്പ് വന്നത് തന്നെ കാസിനോ എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മഡോവി റിവറിലോട്ട് ഒരു യാത്ര തിരിക്കുകയാണ്. ഏഷ്യയിലെ ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് കാസിനോയിലേക്ക് നിങ്ങൾ പോവുകയാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് കാസിനോസ് ഉണ്ട് കേട്ടോ. അതെല്ലാം ഫ്ലോട്ടിംഗ് കാസിനോസ് തന്നെയാണ്. അതിൻ്റെ എല്ലാം ഫോട്ടോസും വീഡിയോസും എടുത്ത് വളരെ കൗതുകത്തോടു കൂടി നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ കാസിനോയിലോട്ട് ചെന്നെത്തി കേട്ടോ. അവിടെ പിന്നെ അകത്തേക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ലായിരുന്നു. ഫുഡ് കൗണ്ടറിൽ നിന്ന് മാത്രം നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. വളരെ വിശാലമായ ഫുഡ് കൗണ്ടറായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് എല്ലാം എടുക്കാം. അതുപോലെ ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജ്യൂസാട്ടോ വാങ്ങിച്ചത്. ഒരുപാട് വെറൈറ്റി ഫുഡ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ട്രൈ ചെയ്തു. കുറേശ്ശെ എല്ലാത്തിൻ്റെയും കുറേശ്ശെ എടുത്തു. ഓരോ സ്പൂൺ വീതം എല്ലാ സാധനങ്ങളും എടുത്തു. അതിനിടയിൽ തന്നെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാം, ഡാൻസൊക്കെ ചെയ്യാം. അവിടെ ഇനിയും കുറേ ഏരിയാസ് കാണാനുണ്ട് കേട്ടോ. പക്ഷേ അവിടെ നിന്ന് വീഡിയോസൊന്നും അലൗഡ് അല്ലാത്തത് കൊണ്ട് എനിക്കതൊന്നും കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പല സെക്ഷനായിട്ടാണ് കേട്ടോ ഗെയിമിംഗ് ഉള്ളത്. ഓരോ പേയ്മെൻറ്റിനും ഓരോ ഗെയിമിംഗ് സെക്ഷനാണ് ഉള്ളത്. അവിടെയൊക്കെ പ്രോഗ്രാംസും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അത്രയും നേരം നമ്മൾ അനുഭവിച്ചൊരു ലക്ഷറി ഫീലുണ്ടല്ലോ, അത് മിസ് ചെയ്യുമ്പോഴത്തേക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് 7:30 കയറിയെങ്കിലും നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 12:30-1 മണി ആവാനായിരുന്നു കേട്ടോ. എന്തായാലും ഗോവയിൽ വരുന്നവരെ ഏതെങ്കിലും ഒരു കാസിനോയിൽ കയറിയാൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിരുന്നു എങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്